നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് 18 കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അത് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വാർത്തയാണ്. ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലാണ് പരിശോധന ഇനി ബാക്കിയുള്ളത്. 10 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഇന്ന് പരിശോധനയില്ല. ഇതിനിടെ കൂടുതൽ പേർ പരാതിയുമായി അന്വേഷണ സംഘത്തെ സമീപിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. 5 ദിവസത്തെ പരിശോധന കഴിഞ്ഞു, ഇന്നിപ്പോൾ പരിശോധനയില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, ഒന്ന് കൂടുതൽ പേർ പരാതിയുമായി എത്തുന്നുണ്ട്, മറ്റൊന്ന് ഇന്നലെ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെതിരെ തന്നെ ആരോപണം ഉയരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ ആ സംഘത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നതുമില്ല. എന്തൊക്കെയാണ് നിലവിൽ ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്ന പരിശോധന, അതായത് 10 ഇടങ്ങളിലാണ് ഇതുവരെ പരിശോധന നടന്നത്. പക്ഷേ അതിലെ ഏതെങ്കിലും വിശദാംശങ്ങൾ വിടാൻ SIT തയ്യാറായിട്ടില്ല എന്നതാണ്, അത് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ 13 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായതിനു ശേഷമായിരിക്കാം ഒരു പക്ഷേ SIT വാർത്താ സമ്മേളനം വിളിച്ച് ഇതിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി പൊതുസമൂഹത്തിലേക്ക് അറിയിക്കുക. അതൊരു പക്ഷേ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഉണ്ടായേക്കാം. കാരണം നാളത്തോടുകൂടി ഈ പരിശോധന പൂർത്തിയാക്കാനാണ്, അതായത് മാർക്ക് ചെയ്ത ഇടങ്ങളിലെ പരിശോധന പൂർത്തിയാക്കാനാണ് SIT ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള വളരെ വേഗത്തിൽ ഉള്ള പരിശോധന നടക്കുന്നത്. ഇന്നലെ 2 ഇടങ്ങളിൽ മാത്രമാണ് പരിശോധന നടന്നത്. പക്ഷെ നാളെ ഒരു പക്ഷേ 3 ഇടങ്ങളിൽ, ഇനി ബാക്കിയുള്ള മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയാക്കി പിന്നീട് കൂടിയാലോചന നടത്തിയതിനു ശേഷം തുടർ പരിശോധന സംബന്ധിച്ച തീരുമാനമുണ്ടാകും. അതായത് ഇനി പരിശോധന നടത്താനുള്ളതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലും അത്തരം സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിന് കോടതിയുടെ ഒരു അനുമതി തേടേണ്ടതുണ്ട്. കോടതിയുടെ ഉത്തരവോടുകൂടി ആ ഇടങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ ഇനി ആലോചന നടക്കുന്നത്. ഏതായാലും നാളത്തെ പരിശോധന നിർണായകമാണ്. അതിനുശേഷമായിരിക്കും മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരൂ. ഇന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്നില്ല. ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ കൂടിയാലോചനകൾ ഉണ്ടായേക്കാം. ഇനി ഏത് രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, അതല്ല ഇനി ഇവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, അതെല്ലാം ഒരു പുറത്ത് പറയുന്ന രീതിയിൽ. ഏതായാലും ഈ വരുന്ന ആഴ്ച ബുധനാഴ്ചയോടുകൂടി വളരെ നിർണായകമായ ഈ ദുരൂഹത, ധർമ്മസ്ഥലയിലെ ദുരൂഹത സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നേക്കാം. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നേക്കാം. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ 6 നമ്പറിൽ നിന്നുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതും SIT ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു കാര്യവും പുറത്ത് പറയാൻ തയ്യാറായിട്ടില്ല. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിലാണ് ഇത്തരത്തിൽ പരാതി വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ കൂടുതൽ ആരാണ് ഈ ഒരു പരാതിക്കാരി, ഇത്തരം വിശദാംശങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അതും വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് SIT കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ ഇടങ്ങളിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന, അത് സംബന്ധിച്ച തീരുമാനം, ഒപ്പം ഇതുവരെ ലഭിച്ച ഈ ഒരു പരിശോധനയുടെ മൊത്തം വിശദാംശങ്ങൾ, ഇതാണ് ഇനി അറിയേണ്ടത്. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമാണ്. ഇത്രയും നാളത്തെ 1 മാസത്തിലധികമുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ, അത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഇനി ഈ ആഴ്ച പുറത്തു വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആ സംഭവം, അതിൽ മഞ്ജുനാഥ ഗൌഡ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാക്ഷിയെ തെളിവെടുപ്പിന് ഹാജരാക്കില്ല എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ ഇവർ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ DGP നേരിട്ട് ഇടപെട്ട് ആ അന്വേഷണം, ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ബംഗളൂരുവിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇയാളെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ വരുന്ന ആഴ്ച പുറത്തു വന്നേക്കാം. സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത്. അതായത് രാത്രി 1 മണിയോടുകൂടി ഈ ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വ്യാജ പരാതിയാണ് നൽകിയതെന്ന തരത്തിൽ ദൃശ്യം ചിത്രീകരിച്ചു. ആ വീഡിയോ ഇയാളുടെ സ്വകാര്യ ഫോണിൽ ചിത്രീകരിച്ചു എന്നാണ് വലിയ ഗുരുതരമായ ആരോപണമുള്ളത്. ചിലപ്പോൾ അതിനുശേഷവും ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി പിന്നീട് തെരച്ചിൽ നടത്തുന്ന ഒരു കാഴ്ച ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഇനി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, ഫോറൻസിക് പരിശോധന കഴിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ, അത് എത്ര പേരുടേതാണ്, അത്തരം വളരെ നിർണായകമായ കാര്യങ്ങൾ ഇനി ഈ വരുന്ന ആഴ്ച പുറത്തു വന്നേക്കാം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് കാത്തിരിക്കുന്ന ഒരു കാര്യവും.
ആ സംഭവത്തിലാണ് ഇനി ബുധനാഴ്ചയോടുകൂടി ഇത്തരത്തിൽ DGP ആണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പരിശോധനയില്ല, ഇന്ന് കൂടിയാലോചനകൾ ഉണ്ടാകാം. ഇനി തുടർ പരിശോധന ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണം, കാരണം 100ഓളം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചുവിട്ടതാണ് മൊഴി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മുഴുവൻ ഈ സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ ഒരു അന്വേഷണം അവസാനിപ്പിക്കൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നതെന്നാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.